പ്ലാജിയാരിസത്തെക്കുറിച്ച് പ്രൊഫസർ റീജ വി വിജ്ഞാന കൈരളി മാസികയിൽ എഴുതിയ ഒരു ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രൊഫസർ റീജ വി കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗം വകുപ്പ് മേധാവിയാണ്. ഈ ലേഖനം വന്നിരിക്കുന്ന വിജ്ഞാന കൈരളിയുടെ ലക്കം വോളിയം 57 ഇഷ്യൂ 3 മാർച്ച് 2025. പ്ലാജിയാരിസത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നു. എന്തിനാണ് പ്ലാജിയാരിസം ത്തെക്കുറിച്ച് ഇത്രയും പ്രാധാന്യത്തോടെ പറയുന്നത് എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത് അതിനകത്ത്. അതായത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ, ജീവനക്കാർ എന്നിവരുടെ അക്കാദമിക് സമഗ്രത പ്രോത്സാഹിപ്പിക്കുന്നതിനും കോപ്പിയടി തടയുന്നതിനുമായി UGCയുടെ 2018 റെഗുലേഷനിൽ ചില നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്നു. ആ നിയമവ്യവസ്ഥകൾ വന്നത് എന്തിനൊക്കെയാണെന്നാണ്. അതിലൊന്നാമത്തെ കാര്യം, കോപ്പിയടിയെപ്പറ്റി അക്കാദമിക് സമൂഹങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക. രണ്ടാമത്തെ കാര്യം, ഗവേഷണത്തിൽ കോപ്പിയടി തടയുന്നതിന് ശക്തമായൊരു സംവിധാനം വികസിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, കോപ്പിയടി തടയുന്നതിനും ശിക്ഷിക്കുന്നതിനും ഒരു ചട്ടക്കൂട് തയ്യാറാക്കുക. ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഈ 2018 റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന റെഗുലേഷനിലെ ഒരു ആദ്യപടിയായി PhD കോഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി അവർ പാഠ്യപദ്ധതിയിൽ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എത്തിക്സ് എന്നൊരു കോഴ്സ് കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട കീ വേർഡ്സ് ഇവയാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് അക്കാദമിക് സമഗ്രത അല്ലെങ്കിൽ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. രണ്ടാമത്തെ കീവേഡ് ഫാക്കൽറ്റി. 3 ഇൻഫോർമേഷൻ. 4 പ്ലാജിയാരിസം. 5 പ്രോഗ്രാം. 6 റിസർച്ചർ. 7 സ്ക്രിപ്റ്റ്. 8 സോഴ്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന PhD കോഴ്സ് വർക്കിൽ കീവേഡ്സായിട്ട് പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അക്കാദമിക് ഇൻറ്റഗ്രിറ്റി, ഫാക്കൽറ്റി, ഇൻഫർമേഷൻ, പ്ലാഗിയാരിസം, പ്രോഗ്രാം, റിസർച്ചർ, സ്ക്രിപ്റ്റ്, സോഴ്സ്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് പൊതുവായി നോക്കിയാൽ, അക്കാദമിക് ഇൻറ്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബൗദ്ധികമായ സത്യസന്ധതയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ബൗദ്ധിക സ്വത്തവകാശം നടപ്പിലാക്കുകയാണ്. ഇനി ഫാക്കൽറ്റി ആരാണ് എന്ന് ചോദിച്ചാൽ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ HEIയുടെ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയോ ഗൈഡ് ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തികളെയാണ് ഫാക്കൽറ്റി എന്ന് വിളിക്കുന്നത്. അത് സ്ഥിരമാവാം, അഡ്ഹോക്ക് ആവാം, അതിഥി, താൽക്കാലിക, വിസിറ്റിംഗ് ഫാക്കൽറ്റി വരെ ഉൾപ്പെടുന്നു. ഇനി മൂന്നാമത്തെ ഇൻഫർമേഷൻ എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത്, വിവരങ്ങൾ എന്നതിൽ നിന്ന് ദത്തങ്ങൾ, സന്ദേശം, വാചകം, ചിത്രങ്ങൾ, ശബ്ദം, കോഡുകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, സോഫ്റ്റ്വെയറുകൾ, മൈക്രോഫിലിം ഇതെല്ലാം ഇൻഫർമേഷൻ എന്ന വാക്കിനകത്ത് ഉൾപ്പെടും. ഈ പ്ലാജിയാരിസം മറ്റൊരാളുടെ സൃഷ്ടിയോ ആശയമോ എടുത്ത് സ്വന്തം നിലയിൽ കൈമാറുന്ന രീതിയെ പൊതുവെ നമുക്ക് പ്ലാജിയാരിസം എന്ന് പറയാം. പ്രോഗ്രാം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ ബിരുദം എന്നിവ നൽകുന്ന പഠന പദ്ധതിയെ പ്രോഗ്രാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി റിസർച്ചർ ആരാണെന്ന് ചോദിച്ചാൽ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അക്കാദമിക് ശാസ്ത്രീയ ഗവേഷണം നടത്തുന്ന വ്യക്തികളെയാണ് റിസർച്ചർ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രിപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവേഷണ ലേഖനം, തിസീസ്, ഡെസർട്ടേഷൻ, പുസ്തകങ്ങളുടെ അധ്യായങ്ങൾ, പുസ്തകം എന്നിവയെല്ലാം സ്ക്രിപ്റ്റിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് അച്ചടിച്ചതോ ഇലക്ട്രോണിക് മീഡിയയിൽ പ്രസിദ്ധീകരിച്ചതോ ആകാം. സോഴ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പ്രമുഖ അനക്കാദമിക പണ്ഡിതന്മാരിൽ നിന്നും നേരിട്ട് നേടിയ പ്രാഥമികമോ ദ്വിതീയമായ രേഖാമൂലമുള്ള അഭിപ്രായങ്ങളും വിവരങ്ങളും ഓഡിയോ, വീഡിയോ ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുന്ന പ്ലാജിയാരിസം എന്ന പദം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ പറ്റിയാണ്. തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് എന്നർത്ഥം വരുന്ന പ്ലാജിയാരിസ്, PLAGIARIUS എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്ലാജിയാരിസം എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിൽ കോപ്പിയടി, ചോരണം എന്നൊക്കെ ഇതിന് സാമാന്യമായി പേര് നൽകാം. ഒരു ഗവേഷണ പ്രബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാതലായ ആശയം മൗലികതയാണ്. ഗവേഷണ രേഖയിലെ കണ്ടെത്തലുകളും പരാമർശങ്ങളും മൗലികമായിരിക്കണം. പ്രബന്ധത്തിൽ ഉള്ളടക്കം ചെയ്യുന്ന വിവരങ്ങളുടെ സ്രോതസ് കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഗവേഷണമുണ്ട്. അല്ലാത്ത പക്ഷം അത് ബൗദ്ധിക സമ്പത്തിൻ്റെ ചോരണം എന്ന കുറ്റകൃത്യമായി മാറും. പകർപ്പ് അവകാശ ലംഘനമാണ് പ്ലാജിയാരിസത്തിലൂടെ സംഭവിക്കുന്നത്. സത്യസന്ധമല്ലാത്തതും അധാർമികവും നിയമവിരുദ്ധവുമായ ബൗദ്ധിക സ്വത്വത്തിൻ്റെ ചോരണമാണ് പൊതുവെ നമുക്ക് പ്ലാജിയാരിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാജിയാരിസത്തിൻ്റെ സ്വഭാവങ്ങളെപ്പറ്റി അല്ലെങ്കിൽ പ്ലാജിയാരിസത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് പൊതുവായി പറഞ്ഞാൽ, അതിലൊന്നാമത്തെ കാര്യം, മറ്റൊരാളുടെ ആശയങ്ങൾ, വാക്കുകൾ എന്നിവ സ്വന്തം വാക്കുകളോ ആശയങ്ങളോ ആക്കി തൻ്റെ സൃഷ്ടിയിൽ ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളത് പ്ലാജിയാരിസത്തിനകത്ത് ഉൾപ്പെട്ട് വരും. രണ്ടാമതൊരു കാര്യം, മറ്റൊരാളുടെ ഉൽപ്പന്നത്തെ ഉറവിടം അഥവാ അവലംബ സൂചി നൽകാതെ അതുപോലെ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം,
മറ്റൊരാളുടെ ആശയത്തെ പുതിയൊരു ആശയമോ ഉൽപ്പന്നവുമായി അവതരിപ്പിക്കുക. 4. ഉദ്ധരണി ചിഹ്നം നൽകാതെ ഉപയോഗിക്കുക. 5. ഉദ്ധരണികളുടെ ഉറവിടത്തെപ്പറ്റി തെറ്റായ വിവരങ്ങൾ നൽകുക. 6. വാക്കുകൾ മാറ്റി വാക്യഘടന അവലംബം സൂചിപ്പിക്കാതെ അവതരിപ്പിക്കുക. 7. ഒരു ഉറവിടത്തിൽ നിന്നും അമിതമായ തോതിൽ ആശയവും വാക്കുകളും ഉപയോഗിക്കുക. അവലംബ സൂചി നൽകിയാലും ഇല്ലെങ്കിലും അത് ചോരണമാണ്. 8. മനഃപൂർവമോ ആകസ്മികവുമായി പ്രസിദ്ധീകരിക്കാത്ത ഏതെങ്കിലും ദൈർഘ്യമുള്ള വാചകം പകർത്തുകയും അവലംബ സൂചി നൽകാതിരിക്കുകയും ചെയ്യുക. 9. പണം നൽകി എഴുതുക. 10. സ്വയം കോപ്പിയടിക്കുക. അതായത് ഗവേഷകർ, അധ്യാപകർ എന്നിവർ മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു സൃഷ്ടിയിൽ നിന്ന് ആശയമോ ശൈലിയോ സ്വീകരിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ പ്ലാജിയാരിസത്തിനകത്ത് വരുന്നതാണ്. ഇനി പ്ലാജിയാരിസം പൊതുവായി നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ബോധപൂർവം ഉള്ള പ്ലാജിയാരിസവും രണ്ടാമത് ആകസ്മികമായി സംഭവിക്കുന്നത്. അതിൽ ബോധപൂർവം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി രചയിതാവിന് ഏതൊരു ക്രെഡിറ്റ് നൽകാതെ മനഃപൂർവ്വം പകർത്തിയാൽ അതിനെ ബോധപൂർവമുള്ള കോപ്പിയടി എന്ന് പറയാം. വിവരം അച്ചടിച്ചതോ ഇലക്ട്രോണിക് മാധ്യമത്തിൽ നിന്ന് സ്വീകരിച്ചതോ ആവാം. ഗവേഷണ ലേഖനം തയ്യാറാക്കുന്നതിനോ ലേഖനങ്ങൾ എഴുതുന്നതിനോ ഒരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കുന്നതും ബോധപൂർവമായ ഒരു കോപ്പിയടിയാണ്. ഇനി ആകസ്മികമായി സംഭവിക്കുന്നത് അത് ഒരു വ്യക്തിക്ക് കോപ്പിയടിക്കാനുള്ള ഉദ്ദേശമില്ലാതിരിക്കുമ്പോഴാണ് മനഃപൂർവ്വം അല്ലാത്ത കോപ്പിയടി സംഭവിക്കുന്നത്. ശരിയായ അവലംബ സൂചി നൽകാതിരിക്കുന്നതും അശ്രദ്ധമായി സംഗ്രഹിച്ചവ അവതരിപ്പിക്കുന്നതും മനഃപൂർവ്വമല്ലാത്ത കോപ്പിയടിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ഈ പ്ലാജിയാരിസത്തിനെ പറ്റി പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, റിസർച്ച് എത്തിക്സ് ആൻഡ് പ്ലാജിയാരിസം. ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ, അതായത് റിസർച്ച് എത്തിക്സ് ആൻഡ് പ്ലാജിയാരിസം എന്നറിയപ്പെടുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 9 തരം കോപ്പിയടികളെ പറ്റിയാണ് ഇനി സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കോപ്പിയടി ക്ലോൺ ടൈപ്പ് പ്ലാജിയാരിസം. 2. സെൽഫ് പ്ലാജിയാരിസം അല്ലെങ്കിൽ ഓട്ടോ പ്ലാജിയാരിസം. 3. കൺട്രോൾ+C പ്ലാജിയാരിസം. 4. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്ഡ് മെത്തേഡ് ഓഫ് പ്ലാജിയാരിസം. 5. റീമിക്സ് ടൈപ്പ് ഓഫ് പ്ലാജിയാരിസം. 6. ഹൈബ്രിഡ് ഫോം ഓഫ് പ്ലാജിയാരിസം. 7. അഗ്രിഗേറ്റർ ടൈപ്പ് പ്ലാജിയാരിസം. 8. സോഴ്സ് ബേസ്ഡ് പ്ലാജിയാരിസം അല്ലെങ്കിൽ 404 എറർ ടൈപ്പ് പ്ലാജിയാരിസം. 9. ഇൻആക്യുറേറ്റ് ആതർഷിപ്പ്, അതായത് കൃത്യമല്ലാത്ത കർത്തൃത്വമുള്ള പ്ലാജിയാരിസം. അപ്പോൾ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്ലാജിയാരിസം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്ന 9 തരം പ്ലാജിയാരിസത്തിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒന്നുകൂടെ: 1. ക്ലോൺ ടൈപ്പ് പ്ലാജിയാരിസം. 2. സെൽഫ് പ്ലാജിയാരിസം അല്ലെങ്കിൽ ഓട്ടോ പ്ലാജിയാരിസം. 3. കൺട്രോൾ+C പ്ലാജിയാരിസം. 4. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് മെത്തേഡ് ഓഫ് പ്ലാജിയാരിസം. 5. റീമിക്സ് ടൈപ്പ് ഓഫ് പ്ലാജിയാരിസം. 6. ഹൈബ്രിഡ് ഫോം ഓഫ് പ്ലാജിയാരിസം. 7. അഗ്രിഗേറ്റർ ടൈപ്പ് പ്ലാജിയാരിസം. 8. സോഴ്സ് ബേസ്ഡ് പ്ലാജിയാരിസം അല്ലെങ്കിൽ 404 എറർ ടൈപ്പ് പ്ലാജിയാരിസം. 9. ഇൻആക്യുറേറ്റ് ആതർഷിപ്പ് പ്ലാജിയാരിസം. അതിൽ ഓരോന്നും വിശദമായി പറഞ്ഞാൽ, ക്ലോൺ ടൈപ്പ് പ്ലാജിയാരിസത്തിൻ്റെ പ്രത്യേകത അവലംബവും ഉദ്ധരണിയും സൂചിപ്പിക്കാതെ ഒരു പുസ്തകം പൂർണ്ണമായും പകർത്തുന്നതാണ് ക്ലോൺ ടൈപ്പ് പ്ലാജിയാരിസം. ഇതിനെ പ്രത്യക്ഷ അല്ലെങ്കിൽ ഡയറക്റ്റ് കോപ്പിയടി എന്നും ഫുൾ ടെക്സ്റ്റ് കോപ്പിയടി എന്നും വിളിക്കുന്നു. കോപ്പിയടിയുടെ ഏറ്റവും ഗുരുതരമായ രൂപമാണ് ക്ലോൺ ടൈപ്പ് പ്ലാജിയാരിസം, അതായത് ഒരു പുസ്തകം അതുപോലെ തന്നെ പകർത്തി എഴുതുക. രണ്ടാമത്തെ സെൽഫ് പ്ലാജിയാരിസം അല്ലെങ്കിൽ ഓട്ടോ പ്ലാജിയാരിസം. ഗവേഷകൻ അല്ലെങ്കിൽ ഫാക്കൽറ്റി തന്നെ തൻ്റെ കൃതിയുടെ ഗണ്യമായ ഭാഗം അവലംബ സൂചി നൽകാതെ വീണ്ടും എടുത്തുപയോഗിക്കുന്ന തരത്തിലുള്ള കോപ്പിയടിയാണിത്. ഒരു സഹരചയിതാവ് ഇല്ലാത്തതിനാൽ സ്വന്തം പുസ്തകമോ ലേഖനമോ പൂർണ്ണമായോ ഭാഗികമായോ കോപ്പിയടിക്കുകയും സെൽഫ് സൈറ്റേഷൻ നൽകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ സ്വഭാവം. ഇതിനെ റീസൈക്കിൾ പ്ലാജിയാരിസം എന്നും വിളിക്കുന്നു. മൂന്നാമത്തെ കൺട്രോൾ+C പ്ലാജിയാരിസം. ഒരു പേപ്പറിൻ്റെ ഗണ്യമായ ഭാഗം പകർത്തി അവലംബം കൂടാതെ ഒരു പുതിയ പേപ്പർ രൂപപ്പെടുത്തുന്നതിനെയാണ് കൺട്രോൾ+C പ്ലാജിയാരിസം എന്ന് പറയുന്നത്. നാലാമത്തത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് മെത്തേഡ് പ്ലാജിയാരിസം. ഒരു ആധാര ഗ്രന്ഥത്തിലെ കീവേഡ്സ് അല്ലെങ്കിൽ താക്കോൽ വാക്കുകൾ തിരിച്ചറിയുകയും ആവശ്യമായ ഉള്ളടക്കം നഷ്ടപ്പെടാതെ പര്യായ പദങ്ങൾ ഉപയോഗിച്ച്, അതായത് അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് മെത്തേഡ് പ്ലാജിയാരിസം. അഞ്ചാമത്തത് റീമിക്സ് ടൈപ്പ് ഓഫ് പ്ലാജിയാരിസം. വ്യത്യസ്ത സ്രോതസ്സിൽ നിന്നുള്ള വാക്യങ്ങൾ പകർത്തി പരാവർത്തനം ചെയ്ത് ഒറ്റ പേപ്പർ രൂപപ്പെടുത്തുക. ഇത് മൊസൈക്ക് പ്ലാജിയാരിസം എന്നും പാച്ച് വർക്ക് പ്ലാജിയാരിസം എന്നും അറിയപ്പെടുന്നു. ആറാമത്തെ ഹൈബ്രിഡ് ഫോം ഓഫ് പ്ലാജിയാരിസം. ശരിയായ രീതിയിൽ ഉദ്ധരിച്ച ഉറവിടം അവലംബം നൽകാതെ പകർത്തുന്നതാണ് ഇതിൻ്റെ സ്വഭാവം. ഏഴാമത്തത് അഗ്രിഗേറ്റർ ടൈപ്പ് പ്ലാജിയാരിസം. ശരിയായ അവലംബവും യഥാർത്ഥ കൃതിയും നൽകാതെ പകർത്തുക, അതായത് പേപ്പറും ഉദ്ധരണിയും തമ്മിൽ ഒരു ബന്ധമില്ലാതിരിക്കുക. എട്ടാമത്തത് സോഴ്സ് ബേസ്ഡ് പ്ലാജിയാരിസം അല്ലെങ്കിൽ 40 എറർ ടൈപ്പ് പ്ലാജിയാരിസം. സ്രോതസ് അധിഷ്ഠിത കോപ്പിയടിയിൽ ഗവേഷകർ നിലവില്ലാത്ത തെറ്റായ അവലംബം നൽകുന്നതിനാണ് സോഴ്സ് ബേസ്ഡ് പ്ലാജിയാരിസം അല്ലെങ്കിൽ 404 എറർ ടൈപ്പ് പ്ലാജിയാരിസം എന്ന് പറയേണ്ടത്.
ഒമ്പതാമത്തെ കൃത്യമായ കർത്തൃത്വമില്ലാതെ, അതായത് ഇന്നാക്യുറേറ്റ് ആദർശിപ്പുള്ള പ്ലാജിയറിസം. ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഒരു വ്യക്തി തയ്യാറാക്കിയ കയ്യെഴുത്ത് പ്രതി അയാളുടെ പേര് എവിടെയും പരാമർശിക്കപ്പെടാതെ മറ്റൊരാൾ ഉപയോഗിക്കുക. ഒരു വ്യക്തി ഒരു വർക്കും ചെയ്യാതെ ക്രെഡിറ്റ് കൊണ്ടുപോവുക. ഇത് ഒരു കയ്യെഴുത്ത് പ്രതി പൂർണ്ണമായും പകർത്തുന്നതിനും പേര് മാറ്റുന്നതിനും തുല്യമാണ്. ഇനി പ്ലാജിയറിസം ഒഴിവാക്കുന്നതിനെ പറ്റിയാണ്. കൃത്യമായ ഒരു അവലംബ സൂചിക നൽകുക എന്നതാണ് പ്ലാജിയറിസം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുത്ത് ശൈലി പുസ്തകങ്ങൾ നിലവിലുണ്ട്. അത് MLA, APA, ചിക്കാഗോ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. അതായത് MLA എന്ന് വെച്ചാൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ, APA എന്നുള്ളത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മുതലായ പുസ്തകങ്ങൾ നിലവിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോ സർവകലാശാലയും ജേണലുകളും പ്രത്യേക അവലംബ ശൈലികൾ തയ്യാറാക്കി നൽകാറുണ്ട്. നിർദ്ദേശങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ശൈലി പിന്തുടരാവുന്നതാണ്. ഒരു രചനയിൽ ആദ്യാവസാനം ഒരു മാതൃക പിന്തുടരണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. വായനയുടെ ഘട്ടത്തിൽ തന്നെ കൃത്യമായി കുറിപ്പുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നതിലൂടെ പ്ലാജിയറിസം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. പ്ലാജിയറിസവുമായി ബന്ധപ്പെട്ടാണ് ഉദ്ധരണികളുടെയും അവലംബ സൂചികയുടെയും നിയമാവലികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഡിജിറ്റൽ രൂപത്തിലുള്ളതോ അല്ലാത്തതോ ആയ എല്ലാ സ്രോതസ്സുകളുടെയും ആധികാരികത ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രബന്ധത്തിൽ ഉദ്ധരണികൾ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടാകുമ്പോൾ സ്രോതസ്സിൻ്റെ വിവരങ്ങൾ കൂടെ നൽകണം. ദീർഘമായ കുറിപ്പുകൾ പ്രബന്ധരചന ഉൾപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ ആശയം ഉൾക്കൊണ്ട് ഗവേഷകന് സ്വന്തം ഭാഷയിൽ എഴുതുന്നതായിരിക്കും ഉചിതം. ഉദ്ധരണികൾ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. വായനക്കാർക്കിടയിൽ പൊതുവായ അറിവുള്ള വിവരങ്ങളും ആശയങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല. പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള അടിസ്ഥാന ജീവചരിത്ര വസ്തുതകളും പ്രധാന ചരിത്ര സംഭവങ്ങളുടെ തീയതികളും സാഹചര്യങ്ങളും പോലുള്ള റഫറൻസ് കൃതികൾ വ്യാപകമായി ലഭ്യമായ വിവരങ്ങൾ പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഉറവിട സൂചിപ്പിക്കേണ്ട കാര്യമില്ല. അതായത് പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള അടിസ്ഥാന ജീവചരിത്ര വസ്തുതകൾ, പിന്നെ പ്രധാന ചരിത്ര സംഭവങ്ങളുടെ തീയതികളും സാഹചര്യങ്ങളും അതൊക്കെ പൊതുവിജ്ഞാനത്തിനകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട് അതിനകത്തൊരു ഉറവിട സൂചിപ്പിക്കേണ്ട കാര്യമില്ല. കൃതിയെയോ എഴുത്തുകാരനെ കുറിച്ച് പ്രബന്ധ ശരീരത്തിൽ പരാമർശിച്ചു പോകുമ്പോൾ ഉദ്ധരണികൾ ചേർക്കേണ്ടത് ആവശ്യമില്ല. പകർപ്പവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കുന്നതിനായി ഗവേഷകൻ അവലംബ സൂചികയിൽ കൃത്യത പാലിക്കേണ്ടതുണ്ട്. ഇനി സാധാരണ മാനവിക വിഷയങ്ങൾ MLA സ്റ്റൈലാണ് സാധാരണ പിന്തുടരുന്നത്. ഇനി പരാമർശങ്ങൾ നൽകുന്നതിനുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ്. അതിലൊന്നാമത്തെ മാർഗം ബ്ലോക്ക് സൈറ്റേഷൻ, രണ്ടാമത്തെ പാരൻതെറ്റിക്കൽ സൈറ്റേഷൻ, മൂന്നാമത്തെ സൈറ്റിംഗ് ഓൺ വർക്ക്, നാലാമത്തെ ഇൻഡയറക്റ്റ് സൈറ്റേഷൻ, അഞ്ചാമത്തെ റെഫറൻസ് നൽകുക. അതിലൊന്നാമത്തെ ബ്ലോക്ക് സൈറ്റേഷനെ പറ്റി, രണ്ടിൽ കൂടുതൽ വരികൾ ഒരു ആകര സാമഗ്രിയിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അത് പാഠത്തിനുള്ളിൽ നൽകരുത്. താഴെ മാർജിനിൽ നിന്ന് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറി പ്രത്യേക ബ്ലോക്കായി നൽകണം. അവിടെ ഉദ്ധരണി ചിഹ്നം ആവശ്യമില്ല. രണ്ടാമത്തേത് പാരൻതെറ്റിക്കൽ സൈറ്റേഷനാണ്. മറ്റു കൃതികളിൽ നിന്ന് ആശയം സ്വീകരിച്ച ശേഷം സ്വന്തം വാക്കുകൾ പുനരാവിഷ്കരിക്കുന്ന രീതിയാണ് പാരൻതെറ്റിക്കൽ സൈറ്റേഷൻ. ഇതിന് പ്രത്യേക ചിഹ്നം ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ ബ്ലോക്കായി കൊടുക്കുകയും വേണ്ട. മൂന്നാമത്തെ സൈറ്റിംഗ് ഓൺ വർക്ക്, മുൻപ് ചെയ്ത സ്വന്തം വർക്കിൽ നിന്നാണ് ഉദ്ധരണിയെങ്കിലും അവലംബ സൂചിക നൽകണം. നാലാമത്തെ ഇൻഡയറക്റ്റ് സൈറ്റേഷൻ, മൂലഗ്രന്ഥം കാണാതെ മറ്റുള്ളവരിൽ നിന്ന് ആശയം സ്വീകരിക്കുന്നതാണ് ഇൻഡയറക്റ്റ് സൈറ്റേഷൻ. ഇത്തരം സാഹചര്യങ്ങൾ എന്ന് ചേർത്ത് ശേഷം ഗ്രന്ഥകാരൻ്റെ പേര് എഴുതണം. അഞ്ചാമത്തെ റെഫറൻസ് നൽകൽ, അക്കാദമിക് ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആശയങ്ങൾ, വിവരങ്ങൾ, ദത്തം മുതലായവ എടുത്ത ഓരോ ഉറവിടത്തിൻ്റെ ഗ്രന്ഥസൂചി വിശദമായി നൽകണം. ഇങ്ങനെ അഞ്ച് രീതികൾ നമുക്ക് കൃത്യമായി കൊടുത്താൽ പ്ലാജിയറിസം ഒഴിവാക്കാം. ഇനി പ്ലാജിയറിസവുമായിട്ട് ബന്ധപ്പെട്ട പല ലെവലും അതുമായിട്ട് ബന്ധപ്പെട്ട പിഴകളെ പറ്റിയാണ് ഇനി സംസാരിക്കുന്നത്. സമാനതയുടെ അടിസ്ഥാനത്തിൽ 4 ലെവലുകളായിട്ടാണ് പ്ലാജിയറിസത്തെ തരംതിരിക്കുന്നത്. അതിൽ ലെവൽ 1-ൽ ഒന്നാമത്തെ ലെവൽ 0 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് 10% വരെ സമാനതകളാണ്. രണ്ടാമത്തത് ലെവൽ 1 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 10% മുതൽ 40% വരെ സമാനതകൾ. ഇനി മൂന്നാമത്തെ ലെവൽ 2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് 40% മുതൽ 60% വരെ സമാനതകൾ. നാലാമത്തെ ലെവൽ 3 എന്നറിയപ്പെടുന്നു, 60% മുകളിലുള്ള സമാനതകൾ. അപ്പോൾ 4 ലെവലുകളുണ്ട്. 10% വരെ സമാനതകളാണെങ്കിൽ അതിൽ ലെവൽ 0 ആണ്. 10% മുതൽ 40% വരെ സമാനതകൾ വന്നാൽ അത് ലെവൽ 1 ആണ്. 40 മുതൽ 60% വരെ സമാനതകളുണ്ടെങ്കിൽ അത് ലെവൽ 2 ആണ്. 60-ന് മുകളിൽ വന്നാൽ അത് ലെവൽ 3 ആണ്. ഇനി അക്കാദമിക് ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ കോപ്പിയടി തെളിഞ്ഞാൽ അതിനുള്ള പിഴയും UGC റെഗുലേഷനിൽ കൃത്യമായി പറയുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിസീസും പ്രബന്ധങ്ങളും സമർപ്പിക്കുമ്പോൾ കോപ്പിയടിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇൻറ്റഗ്രിറ്റി പാനൽ IAIP ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇൻറ്റഗ്രിറ്റി പാനൽ കോപ്പിയടിയുടെ തീവ്രത പരിഗണിച്ച് പിഴ ചുമത്തും. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പിഴയാണ്. അത് ലെവൽ 0 ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് 10% വരെ സമാനതകൾക്ക് പ്രത്യേകിച്ച് പിഴയില്ല. ഇനി ലെവൽ 1 10 മുതൽ 40% വരെ കോപ്പിയടിക്കുന്ന ആൾക്കാർക്ക്
വിദ്യാർത്ഥിയോട് 6 മാസത്തിനുള്ളിൽ ഒരു പരിഷ്കരിച്ച സ്ക്രിപ്റ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ലെവൽ 2 ചെയ്യുന്ന ആൾക്കാർ, അതായത് 40 മുതൽ 60% വരെ, വിദ്യാർത്ഥിയോട് ഒരു പരിഷ്കരിച്ച സ്ക്രിപ്റ്റ് 1 വർഷത്തെ കാലയളവിനുള്ളിൽ നൽകാൻ ആവശ്യപ്പെടും. ലെവൽ 3 60% മുകളിലാണെങ്കിൽ വിദ്യാർത്ഥിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കപ്പെടും. ഇനി ഫാക്കൽറ്റിക്ക് ഉള്ള പിഴയാണ് അടുത്ത് പറയുന്നത്. അക്കാദമിക് ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ കോപ്പിയടി തെളിഞ്ഞാൽ ലെവൽ 0 ആണെങ്കിൽ 10% വരെ സമാനതകൾക്ക് ചെറിയ സമാനതയായാൽ പിഴയില്ല. ലെവൽ 1 ആണെങ്കിൽ അതിൽ കയ്യെഴുത്ത് പ്രതി പിൻവലിക്കാൻ ആവശ്യപ്പെടും. ലെവൽ 2 ആണെങ്കിൽ കയ്യെഴുത്ത് പ്രതി പിൻവലിക്കാൻ ആവശ്യപ്പെടുക മാത്രമല്ല, ഒരു വർഷത്തെ ഇൻക്രിമെൻറ്റിലുള്ള അവകാശം നിഷേധിക്കപ്പെടും. പിന്നെ പുതുതായി മാസ്റ്റേഴ്സ്, MPhil, PhD എന്നിവയുടെ സൂപ്പർവൈസറാകാൻ 2 വർഷത്തേക്ക് അനുവദിക്കില്ല. ഇനി ലെവൽ 3 വന്നാൽ 60% മുകളിൽ വന്നാൽ അതിൽ കയ്യെഴുത്ത് പ്രതി പിൻവലിക്കാൻ ആവശ്യപ്പെടും. തുടർച്ചയായി 2 വാർഷിക ഇൻക്രിമെൻറ്റുകളുടെ അവകാശം നിഷേധിക്കപ്പെടും. മാസ്റ്റേഴ്സ്, MPhil, PhD എന്നിവയുടെ സൂപ്പർവൈസറാവാൻ 3 വർഷത്തേക്ക് അനുവദിക്കില്ല. ഇനി ആവർത്തിച്ചുള്ള കോപ്പികൾ കണ്ടെത്തിയാൽ കയ്യെഴുത്ത് പ്രതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ലെവൽ 3 കുറ്റം ആവർത്തിച്ചാൽ സർവീസ് റൂൾസ് അനുസരിച്ചുള്ള സസ്പെൻഷൻ, ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കും. ആനുകൂല്യമോ ക്രെഡിറ്റോ ഇതിനകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ IAIPയുടെ ശുപാർശ ചെയ്യുന്നതും സ്ഥാപന മേധാവി അംഗീകരിച്ചതുമായ കാലയളവ് വരെ അത് നിർത്തലാക്കും. അസൈൻമെൻറ്റുകൾ, ടേം പേപ്പറുകൾ, പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ, കോഴ്സ് വർക്ക്, ഉപന്യാസങ്ങൾ, ഉത്തരക്കടലാസുകൾ എന്നിവ പ്ലാജിയറിസം പരിശോധനയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഗവേഷണത്തിൽ സത്യസന്ധത, വിശ്വാസ്യത, മൗലികത, ഉത്തരവാദിത്തബോധം എന്നിവ നിലനിർത്താൻ പ്ലാജിയറിസം പരിശോധനയിലൂടെയും ശിക്ഷാ നടപടികളുടെയും സാധ്യമാകും. അത് ഗവേഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കും.